നീ പോണോ? ഞാൻ വീട്ടിൽ പോണം. നീ അങ്ങോട്ട് പോണു? ഞാൻ ചുമ്മാ ഇറങ്ങാൻ പോയതാ, ഞാൻ റൂമിലേക്ക് പോണേ. നിന്നെ കണ്ടാ നന്നായി. ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ പോവാ. 2 ആഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. അവനൊരു 500 രൂപ കൊടുക്കാൻ വേണ്ടി അവൻ്റെ കടം മേടിച്ചു. അപ്പൊ അവനെ കൊടുത്തേക്കല്ലോ. ഞാൻ പറയുമൊന്നും വേണ്ടല്ലോ. വേണ്ട, ഞാൻ കൊടുത്തോളാം. 2 ആഴ്ച കഴിഞ്ഞുള്ളൂ. വണ്ടിക്ക് സമയമായി. നീ എവിടെ പോയടാ? ഞാൻ ചുമ്മാ കറങ്ങാൻ പോയത്. വിശന്നിട്ട് വയ്യലടാ, വല്ലതും കഴിക്കുകയും വേണം. ബിരിയാണി വല്ലതും കഴിക്കാനാ? എങ്ങനെ കഴിക്കും? ബിരിയാണി കഴിക്കാൻ കൈക്കോപ്പോലായതുകൊണ്ട് വാരി കഴിക്കണം. കിഴങ്ങ അതല്ല ഞാൻ പറഞ്ഞു, കഴിച്ചിട്ട് കഴിക്കാം. പിന്നെ വേണ്ടേ? പൈസ ഇല്ലാണ്ട് ഇപ്പൊ പിന്നെ എങ്ങനെ കഴിക്കണ എങ്ങനെയാ? എന്റെ കാശ് എടുത്തുണ്ടോ? എന്റെ 5 പൈസ ഇല്ല. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാവരും പറ്റിച്ചിട്ട് വല്ല 1,500 രൂപയോ 200 രൂപയോ 400 രൂപയോ കൊണ്ടുപോയി വന്നിട്ട്. പറ്റിക്കാനാ? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ പറ്റിക്കാന്ന് വെച്ചാ വേറെ പണിയുണ്ട്. നിങ്ങക്ക് ബിരിയാണി വെച്ചാ പോരെ? പോരെ, റെഡി ആയിക്കോ. പണിയുണ്ട്. ഞാൻ ഇപ്പഴാ ഓർത്തെ. ആണോ? ബിരിയാണി വെച്ചിട്ട് വരാം എന്തായാലും. ഒന്ന് പോയേക്കാം. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പുള്ളിയുടെ പുള്ളിയുടെ മനസ്സ് പോലെ തന്നെ. ഇനി അവിടെ കയറിയാ മതി. നല്ല ബിരിയാണി അവിടെ. നല്ല ബിരിയാണി ആയിരുന്നു. ഇനിയിപ്പോ അവിടെ കയറിയാ മതി. പിന്നെ പൈസ എവിടെ നിന്ന്? നീയല്ലേ പറഞ്ഞ ആരെങ്കിലും പറ്റിക്കണോന്ന്? ആരെ പറ്റിച്ചോ? ആരെയാ? മോശനെ പറ്റിച്ച. അവനെ നീ പറ്റിച്ചാ? അത് കൊള്ളാലോ. അവനൊന്നും നാട്ടിൽ പോയില്ല. അവൻ നിനക്ക് കൊടുക്കാൻ പറഞ്ഞോണ്ട് 500 രൂപ വന്നായിരുന്നു. അതിനകത്ത് നമ്മള് ബിരിയാണി കഴിച്ചേ. അവൻ എനിക്ക് തരാനുള്ള പൈസ അത് വെച്ച് നീ വാങ്ങിച്ചിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നു. എന്നെ പറ്റിച്ചോ? നിന്നല്ലല്ലോ, അവനല്ലേ പറ്റിച്ചേ. അവൻ എനിക്ക് തരാനുള്ള പൈസ അല്ലായിരുന്നു അത്. എനിക്ക് തരാനുള്ള പൈസ ആണല്ലേ? അപ്പൊ ഞാൻ അവനല്ലേ പറ്റിച്ചേ. നീ എന്നെ പറ്റിച്ചിട്ട്